2-3 പ്രാവശ്യം നോക്കി പറഞ്ഞു ആരാട്ട് എവിടെ നിന്ന് കിട്ടിയാണ് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ഷാജി കൈലാസ് ഓടിച്ചിട്ട്. വില്ലത്തി ആവാനാണ് ഇഷ്ടം. വില്ലത്തി വേഷങ്ങളോടൊട്ടാണ്. ജീവിതത്തിൽ വില്ലത്തി ഒന്നുമല്ല, ജീവിതത്തിലൊരു പാവമാണ്. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ അധികം നമ്മൾ പെങ്ങൾ വേഷം അമ്മ വേഷം അങ്ങനെയൊക്കെ കുറേ ചെയ്തു എന്നല്ലാതെ നമുക്ക് മനസ്സിൽ വാസന്തി ലക്ഷ്മി ഞാനും അതിനകത്ത് ഞങ്ങൾക്ക് ക്യാരക്ടർ ചെയ്തിരുന്നു. അതിനകത്ത് പോയി ഞാൻ അഭിനയിച്ചു. ഒറ്റ ദിവസം 3 ഓർഡർ ചെയ്തത്. അപ്പോൾ അതിക്ക് മുമ്പുള്ള കുറേ സ്ട്രഗ്ലിംഗ് സീനൊക്കെ എടുത്തിട്ട് പുള്ളി പറഞ്ഞു നീ ഒരു 5 അടി മേലെ ഒന്ന് ചാടാവോന്ന് ചോദിച്ചു. ക്രെയിൻ പതുക്കെ താത്തി വരുമ്പോൾ എൻ്റെ കാല് വന്നിട്ട് ഈ കുഴിയുടെ സൈഡിലാണ് മുട്ടുന്നത്. ഞാൻ പറഞ്ഞു സാറേ ഇത് പൊസിഷൻ കറക്റ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നീ പൊസിഷനൊക്കെ നോക്കി പറയാറ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ചാടുക എന്ന് പറയുന്ന സംഭവം വന്ന് പെട്ടെന്ന് ഇതൊരു ബെഡും ഇല്ല ഒന്നുമില്ല. ഞാൻ ചാടി പൊക്കി കഴിഞ്ഞപ്പോൾ എല്ല് വെളിയിലോട്ട് വേദന സഹിച്ചു. വേദന തിരക്കുള്ള സമയത്ത് ഒരു എന്താ പറയാ ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് ഞാൻ ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. കള്ളക്കൊഞ്ചലുമായി പമ്മി പതുങ്ങി വന്നു കിളിവാതിലിലൂടെ കിന്നരക്കാറ്റിന്റെ കാതിൽ. ഹായ് ഹലോ വെൽക്കം ടു സിനിമാടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. മലയാള സിനിമയിൽ 90-കൾ മുതൽ 250-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, ഒരുപാട് സഹനടീ വേഷങ്ങളിൽ ഒരുപാട് തിളക്കമാർന്ന വേഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള അഭിനേത്രി ബിന്ദു വരാപ്പുഴയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. മലയാള സിനിമയിൽ എന്താ പറയുക, ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു. സഹനടിയായിട്ട് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തു. എന്തുകൊണ്ടാണ് ബിന്ദു വരാപ്പുഴ എന്ന പേര്? വരാപ്പുഴ എന്ന നാട് പോലും ചേച്ചിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരെന്താണ് ഒപ്പം ചേർത്തത്? അത് സത്യത്തിൽ ഞാനായിട്ട് ചേർത്തതല്ല പേര്. അന്ന് ഞാൻ അഭിനയിക്കുന്നത് ഈ 90 കാലഘട്ടത്തിൽ ബിന്ദു പണിക്കരുണ്ട്, പിന്നെ വേറെ എവിടെയോ 1-2 ബിന്ദുക്കളും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ എൻ്റെ ശരിക്കും ഒഫീഷ്യൽ പേര് ബിന്ദു രാജൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഞാൻ ബിന്ദു ആണെന്ന് മാത്രമേ പറഞ്ഞ ശീലമുള്ളൂ. അപ്പം നമ്മൾ പണ്ട സമയത്തൊക്കെ നമുക്ക് ഫോണിൽ വിളിക്കുമ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, ആരാ ബിന്ദു ആണ്, എവിടെ നിന്നാ വരാപ്പുഴ എന്നാണ്. അങ്ങനെ ചേർന്നതാണ് ബിന്ദു വരാപ്പുഴ. പിന്നെ അതങ്ങോട്ട് നമ്മുടെ ഒരു ലക്കി നെയിമായിട്ട് അങ്ങനെ. അതെ അതെ, ഇന്ന് ബിന്ദു വരാപ്പുഴ എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും അങ്ങനെ അറിയുള്ളൂ. 1991 ചാഞ്ചാട്ടം എന്നതായിരുന്നു ആദ്യത്തെ സിനിമ. എങ്ങനെയായിരുന്നു ചാഞ്ചാട്ടത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു ചാഞ്ചാട്ടം എന്ന പടം എന്ന് വെച്ചാല് നമ്മുടെ തൊട്ട് നെയ്ബറായിട്ടുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ പരിചയം, അങ്ങനെ ജസ്റ്റ് നമ്മള് പണ്ടൊക്കെ എല്ലാവരും നമ്മളോട് പറയും സിനിമയിൽ ചേർന്നുകൂടി എന്ന് ചോദിക്കും. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെന്തോ ഒരു ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യണ പോലെയാണെന്നാണ് നമ്മുടെ അവിടെയെങ്കിലും കുറേ പേരുടെയൊക്കെ. അന്ന് ഇന്നത്തെ കാലത്തെ പോലെ അന്ന് സിനിമയെക്കുറിച്ച് അത്രയും വിവരം ഇല്ല, എങ്ങെന്താണോ ഒന്നും അറിയത്തില്ല. അപ്പൊ കുറച്ച് തലവെളുപ്പും കാണാനൊക്കെ സൗന്ദര്യം ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് പൊക്കൂടെ. പണ്ടത്തെ സിനിമാ നടികൾ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളവരാണ്. നമ്മൾ ഷീലാമ്മ, ജയഭാരതി അല്ലെങ്കിൽ അല്ലെ, അങ്ങനെ എല്ലാവരും. അതെ, ശാരദാമ്മ എന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യത്തിന്റെ ഉറവിടമാണ് അവർക്ക്. അപ്പൊ അങ്ങനെ സൗന്ദര്യമുള്ളവർ മാത്രമാണ് സിനിമയിൽ പോകുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് സിനിമയിൽ ചേർന്നൂടെ, സിനിമയിൽ ചേർന്നൂടെ. എന്തോ എങ്ങനെയാണ്, എനിക്ക് അത്ര വലിയ സൗന്ദര്യവതിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നാച്ചുറൽ ഒരു ഇത് അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു പലരും. അങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ഒന്നും ജസ്റ്റ് ഷൂട്ടിംഗ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. എന്ത് വേഷമാണെന്ന് ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ആ അങ്കിളും കൂടി നമ്മുടെ കൂടെ പോകുന്നു. അപ്പം എൻ്റെ ചേട്ടന് കലയോട് കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. സിനിമയിലാ നീ പോണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് വരാം മോനെ, ഞാൻ അറിയാതെ മോനെ എന്ന് ആണ് ശീലം വിളിച്ചത്. അങ്ങനെ സംസാരിക്കുമ്പോഴും അങ്ങനെ ആയി പോവും, തെറ്റിദ്ധരിക്കരുത്. അപ്പം അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോൾ അവർ നമ്മളെ പിടിച്ചിട്ട് അഭിനയിക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അഭിനയിക്കാനാണ്, നമുക്ക് അഭിനയിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ ചെറുതിലെ ഒരു 2ാം ക്ലാസ് തുടങ്ങിയൊക്കെ സ്കൂളിൽ നാടകം ഒക്കെ ചെയ്തിട്ടുണ്ട്.
വേറെ നാടകമൊന്നും പ്രൊഫഷണൽ നാടകമൊന്നുമില്ല. ചെയ്തിട്ടില്ല. ഇല്ല 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 ഒരിക്കലും ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ 2ാം ക്ലാസ്സിൽ 3-ൽ 4-ലൊക്കെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ആ ക്ലാസ്സുകളിൽ മാത്രമേ നാടകം അത്രേ ഉള്ളൂ. അത് അതിനുശേഷം വലിയ ക്ലാസ്സിലോട്ടായപ്പോൾ പിന്നെ നാടകമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു. ആ ഒരു പരിചയത്തിന്റെ പുറത്ത് അന്ന് ഒരു ഓഫീസ് വേഷമാണ് അതിനകത്ത്. ജയറാമേട്ടനും അമ്പിളിച്ചേട്ടനും എല്ലാവരും. തുളസീദാസ് ഡയറക്ടർ. അന്ന് അങ്ങനെ അങ്ങോട്ട് ഇരുത്തി നിന്നു. പക്ഷെ അന്ന് ഞാൻ ചെയ്ത ക്ലോസപ്പ് ഒക്കെ എടുത്തപ്പോൾ ഇവിടെ നോക്കുന്നോണ്ട് അവിടെ നോക്കും, ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ റിയാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു താല്പര്യമായി. ആരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഒന്നും അറിയത്തില്ല എനിക്ക്. അതൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. 5 ദിവസത്തോളം 5 ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ച് വന്നു. അപ്പം നമ്മളെ കറക്റ്റ് പറഞ്ഞോട്ടോ എന്നൊക്കെ അവർ പറഞ്ഞയക്കും. അങ്ങനെ വന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്നോ നമ്മൾ അതിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഏതിലൊക്കെ മുഖചിത്രമൊക്കെ വന്നിരുന്നു. ഏതിലാണെന്ന് ഓർമ്മയുണ്ട്? എനിക്ക് അതൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കാതെ അവിടെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ചേട്ടൻ വന്നു. അന്ന് അവിടെ ജ്ഞാനക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ ഗ്രൂപ്പായിട്ട് എടുത്തപ്പോ എന്നെ നിർത്തി ഞാനും വന്നു, അങ്ങനെയൊക്കെ എടുത്ത്. പക്ഷെ പിന്നെ അതിനുശേഷം ഓരോരുത്തർ, അന്ന് എനിക്ക് സ്ഥിരമായിട്ട് ഫോൺ നമ്പർ പോലും ഇല്ല. PP നമ്പറൊക്കെ എന്റെ കൂടെ ഉള്ള അങ്കിളാണ് ഫോൺ നമ്പറൊക്കെ കൊടുത്തത്. അങ്ങനെ അടുക്കും തലക്കൊക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ട് പിന്നെ അത് ഒരു ഹരമായി. സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഒരു പാഷനായിരുന്നു. അങ്ങനെ ആദ്യ സിനിമയിൽ വന്നു, ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു, പിന്നെ അത് ഇഷ്ടപ്പെട്ടു, അത് പിന്നെ തുടർന്നു കൊണ്ടുപോയി. അതെ, അങ്ങനെയായിരുന്നു. ചാൻസുകൾ നമ്മളെ തേടി വന്നു. അങ്ങനെ ഇത് ചെയ്തു. അത് സെക്കൻഡ് ആ പടം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പടത്തിന് വിളിച്ചു, കിലുക്കാൻ പെട്ടി, ഒരു ഷാജി കൈലാസിന്റെ പടത്തിന് വിളിച്ചു. അപ്പോൾ അതിനകത്ത് മറ്റേ ഓഫീസിലൊക്കെ ഡയലോഗ് തന്നെ ചെറുതായിട്ട് എന്തൊക്കെയോ ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ കിലുക്കാൻ പെട്ടിയിൽ ഒരു വലിയൊരു ക്യാരക്ടറായിരുന്നു. ക്യാരക്ടർ എന്ന് വെച്ചാൽ ഏജുള്ള ക്യാരക്ടറാണ്. നമ്മൾ അതിനകത്തൊക്കെ ചെറിയ പെൺകുട്ടിയായിരുന്നു, അധികം വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ അവിടെ കിലുക്കാൻ പെട്ടിയിൽ എന്നെ വിളിച്ചു, അസോസിയേറ്റ് ഡയറക്ടർ പുതിയ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് ഒന്നും പറയിപ്പിച്ചു നോക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാനെല്ലാം മണിമണി പോലെ ഡയലോഗ് പറയുന്നു, വേഗം കൊണ്ട് ക്യാരക്ടർ. പക്ഷെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബേബി ശ്യാമിലിയാണ്. ബേബി ശ്യാമിലിയും ജയറാമണ്ണൊക്കെ ഉള്ള പടമാണ്. അതിനകത്ത് ഈ ബേബി ശ്യാമിലിനെ നോക്കാൻ വരുന്ന ഒരു സർവന്റ് ക്യാരക്ടറാണ്. മുണ്ടും ബ്ലൗസും ഒക്കെ എടുത്തിട്ട് ശരിക്കും ഏജുള്ള ഒരു ക്യാരക്ടർ ആള് ചെയ്യുന്ന ഒരു വേഷമാണ് അത്. ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെയും കുറേ ആൾക്കാരും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും മുന്നിൽ ക്യാമറയുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫിലിമിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പക്ഷെ ഞാൻ ഡയലോഗ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞു നമ്മൾ അപ്പം തന്നെ ഇങ്ങോട്ട് നോക്കി ചിരിക്കും. കഴിഞ്ഞല്ലോ ഈ ചിരിക്കാൻ പാടില്ല. കാരണം ആ ക്യാരക്ടർ ഭയങ്കര ചൂടായി, കൊച്ചിന് വടിയൊക്കെ എടുത്ത് അടിക്കുക. അത് തൃശ്ശൂർ അലസിയാണ് ചെയ്തിരിക്കുന്നത്. 2-3 പ്രാവശ്യം നോക്കി പറഞ്ഞു, ആരാടെ എവിടെ നിന്ന് കിട്ടിയാടെ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ഷാജി കൈലാസ് ഓടിച്ച് പറഞ്ഞു വിട്ട അവളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയില്ല ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു സെക്കൻഡ് നിൽക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് അങ്ങനെയാണ് നിൽക്കണം. നമ്മളിപ്പോൾ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു സെക്കൻഡ് നമ്മൾ നിന്നിട്ടാണ് ഇപ്പോഴും നമ്മളത് ഫേസ് മാറ്റുന്നത്. ഒരു ലുക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. അത് നമ്മൾ ചിരിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഇത് നഷ്ടപ്പെട്ടില്ലേ. നമുക്കൊരാൾ അതാണ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, മെച്ചോടെ ഒരു ക്യാരക്ടർ അന്നോടിങ്ങ് ചെയ്ത് ഞാനത് ശീലോയനെ. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയാന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അതിൽ തന്നെ എനിക്ക് സോങ്ങിനൊക്കെ വിളിച്ചു. അത് നമ്മളാ കുട്ടിപ്രായമാണ്. ഒരു മെച്ചോർഡായിട്ട് ക്യാരക്ടർ ചെയ്യേണ്ട ഒരു പക്വത ഒന്നും ആയിട്ടില്ല, കുട്ടിക്കളിയായിരുന്നു. ഞാൻ, ബീന ആന്റണി, സുവർണ മാത്യു ഒക്കെ ഉണ്ടായിരുന്നു ആ സോങ്ങില്. അങ്ങനെ ചെയ്തു. പക്ഷെ ആ ക്യാരക്ടർ ചീത്ത പറഞ്ഞ വെച്ചാൽ എന്നെ ചീത്ത എവിടെ നിന്ന് കിട്ടിയുടെ ഇവളെ കൊണ്ട് മാറ്റുന്നുണ്ട്. പുള്ളി കടിച്ചു പിടിച്ച് ചൂടായി ഓടി. അപ്പൊ എന്റെ ചേട്ടൻ എന്റെ കൂടെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞു പോരെ പോരെ പോരെ. എന്തുകൊണ്ടാണ് ഇല്ലില്ല, എനിക്ക് അറിയത്തില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അഭിനയിച്ച ഡയലോഗ് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ അതേ റിയാക്ഷൻ തന്നെ ഒരു സെക്കൻഡ് നിന്നില്ലെങ്കിൽ അവിടെ കട്ടായിട്ടുണ്ടാവില്ല. ഒരു സെക്കൻഡ് വേണം കട്ടാവാൻ, അത് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ അടുത്ത ഷോട്ടുകളിലൊക്കെ അതുപോലെ പിന്നെ എനിക്ക് വേറെ എങ്ങൊന്നും പറഞ്ഞോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെ, അതിൽ തന്നെ സോങ് ചെയ്യുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെന്ന് വെച്ചാല് ദേഷ്യം, ഭയങ്കരമായിട്ട് ദേഷ്യം. എനിക്കൊന്നും അത്രയും കാലത്ത് നമ്മൾ അത്രയും കലിതുള്ളിന്ന് ദേഷ്യപ്പെടേണ്ട ഒരു പ്രായവും സന്ദർഭമൊന്നും വന്നിട്ടില്ല. നമ്മളെപ്പോഴും ചിരിച്ചാൽ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ അതിലൂടെ അങ്ങ് പഠിച്ചു. ആ ക്യാരക്ടർ
തന്നെ ചെയ്തത് തൃശ്ശൂർ എൽസി. ആ ചേച്ചിക്ക് അന്ന് തന്നെ നല്ലൊരു ഏജ് ഉള്ളൊരു ഇതാണ്, അവരാണ് അത് ചെയ്തത്. അപ്പം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുള്ളപ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. എൻ്റെ മോൾക്ക് 3 വയസ്സൊക്കെ പ്രായമുണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ ശരിക്കും അന്ന് തന്നെ അത്ര ഒരു കല്യാണം കഴിഞ്ഞതായിട്ടൊന്നും തോന്നില്ല ആ സിനിമയിൽ അഭിനയം. കാരണം നായികമാരെ കാണാൻ തിളങ്ങി നിൽക്കുന്ന ഒരു എന്റെ ചേട്ടൻ കൂടെ വന്നാൽ എന്റെ ബ്രദറാണെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അത്ര ഒരു മാച്ചിങ്ങും കൂടി ആയിരുന്നു പുള്ളിയായിട്ട്. പുള്ളിക്കും അധികം ഏജ് ഒന്നും ഉണ്ടായില്ല കല്യാണം കഴിക്കും. 24 years ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സിനിമയിൽ വരുമ്പം ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പറയാൻ പാടില്ല. വയസ്സ് അതിന്റെ ഇടയിൽ കൂടി ഒരു പൂട്ടുവച്ചുണ്ട്. അതല്ല, അപ്പൊ ചെറിയ പ്രായത്തിൽ പ്രായം തന്നെ ആയിരുന്നു. എന്തായാലും ഹസ്ബൻഡിന്റെ എത്രയോ വയസ്സ് താഴെ ആയിരിക്കും കല്യാണം കഴിക്കുമ്പോൾ. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പ്രായത്തിന് മുന്നേ ഇന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന 24-25 വയസ്സൊക്കെ. 18-17 തീർച്ചയായിട്ടും ആ പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ കല്യാണം കഴിച്ചു വിട്ടത്. അപ്പൊ കിട്ടിയല്ലോ അല്ലേ? അപ്പോ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പൊ. അപ്പൊ ശരിക്കും അപ്പം ഇപ്പൊ ഒരു മോളുണ്ട്, കൊച്ചുമോളുണ്ട്. ഓ, എന്റെ മകളുടെയും കല്യാണം അതേപോലെ തന്നെ 18 years കഴിഞ്ഞപ്പോ തന്നെ. മോള് +2 കഴിഞ്ഞു. ഡിഗ്രിക്ക് പോണേക്കുമ്പോ BSc നഴ്സിംഗ് ആണ്. അത് കുറച്ച് മാസങ്ങളെ പോയുള്ളൂ. പിന്നെ അത് ദൂരെയായിരുന്നു, തെലങ്കാനയിലായിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾക്കൊരു മകളുള്ളൂ, കണ്ട് അങ്ങത്ര ദൂരം എപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ അത് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ട് പോകുന്നു. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ച് വിട്ടു. അതിന് ശേഷമാണ് മോള് പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പം മോളും കറക്റ്റ് സമയത്താണ് കല്യാണം കഴിച്ച് വിട്ടത്. അപ്പം കൊച്ചുമോളും അതുപോലെ തന്നെ വേഗം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്കൊക്കെ നല്ല പ്രായത്തിൽ നമ്മുടെ കൊച്ചുമോളെയൊക്കെ കളിപ്പിച്ച് സുന്ദരമായിട്ട് നടക്കാം. അതെ, ചേട്ടൻ ഇന്ന് മരിച്ചിട്ട് 13 വർഷം കഴിഞ്ഞു. ശരിക്കും ഇപ്പൊ അമ്മയുടെ കൂടെയാണ്? അമ്മയും ഞാനും ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഞാനും കുട്ടികളുടെ കൂടെ ആയിരുന്നു. ബാംഗ്ലൂർക്കൊന്നും ഇവിടെ വർക്ക് ഒരിടക്ക് തീരെ ഇല്ലാതെയായി നമുക്ക്. ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് കമൽ സാറിന്റെ ഒരു ഉട്ടോപ്യൻ. എല്ലാം പഠിച്ചിട്ടാ വന്നേക്കണേ. സിനിമ. അതെ, ആ പടം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കെന്നല്ല, നമ്മുടെ ഒരു ഏജ് വരുന്ന എല്ലാവർക്കും വർക്ക് തീരെ കുറഞ്ഞു. ക്യാരക്ടേഴ്സ് മൊത്തം മാറ്റി. അവര് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിരുന്നത് ലേഡീസ് ക്യാരക്ടർ മൊത്തം മാറ്റിയിട്ടായിരുന്നു. അതിൽ നമ്മളൊക്കെ പെട്ടു. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വീട്ടിലൊക്കെ നോക്കി. പക്ഷെ ഞാൻ താമസിക്കുന്ന റെന്റിനായിരുന്നു. ഹസ്ബൻഡ് ഇല്ല, ഞാനും മകളും എൻ്റെ കൂടെ. മകള് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, കൊച്ചുമോളുണ്ട്. അപ്പൊ എനിക്ക് എല്ലാം കൂടെ അതുകൊണ്ട് ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടായി, ജീവിക്കാൻ ബുദ്ധിമുട്ടായി. നമുക്ക് വേറെ വലിയ സഹായങ്ങളൊന്നും ആരെക്കൊണ്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒത്തിരി സമ്പാദിച്ചൊന്നും വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മകൾക്ക് എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു, ഖത്തർ എയർവേസിൽ ജോലി ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരിൽ. ഹസ്ബൻഡിന്റെ മരണം പെട്ടെന്നായിരുന്നു. ആ സമയത്ത് മോള് റിസൈൻ ചെയ്തതാണ്. അല്ലെങ്കിൽ കൊച്ചുമോള് ഉള്ളതുകൊണ്ട് എനിക്ക് വർക്കിന് മോളുടെ ശമ്പളം കൊണ്ട് തീർച്ചയായിട്ടും. ഖത്തർ എയർവേസിലാണെങ്കിലും ഭയങ്കര വലിയ സാലറി ഒന്നും എയർപോർട്ടിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അവളുടെ സാലറിയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയാലും മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മോള് വീട്ടിൽ ഇവിടെ തന്നെ പഠിച്ചിട്ട്, വീട്ടിലിരുന്ന് പഠിച്ചിട്ട് ഞാൻ വീണ്ടും വർക്കിന് പോയി. അപ്പോൾ ആ ജോലി ഹസ്ബൻഡിൻ്റെ മരണത്തോടു കൂടി മോളത് റിസൈൻ ചെയ്തായിരുന്നു. പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഈ സമയത്ത് എനിക്കും കൂടി വർക്കില്ലാതെ ആയപ്പോൾ വർക്കിന് പോകാതെ, മോൾക്ക് ജോലിക്ക് പോകാതെ പിന്നെ പറ്റാതെ വന്നു. എനിക്ക് മറ്റുള്ള ജോലിയൊന്നും അറിയത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, സ്റ്റിച്ചിങ് അറിയാം നമ്മൾ. പക്ഷെ നമ്മൾ പുറത്തു കൊടുത്തൊന്നും അങ്ങനെ ശീലമില്ല. ഞങ്ങൾ വേറെ ആളെ നിർത്തിയിട്ട് ഒരുമിച്ച് തുണികളെടുത്തു തയ്ച്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി എത്തത്തില്ല അങ്ങോട്ട്. അപ്പൊ പിന്നെ മോള് ജോലി കിട്ടിയത്, പിന്നെ എറണാകുളത്തൊന്നും ജോലി കിട്ടിയാൽ വലിയ സാലറിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ ബാംഗ്ലൂരാണ് ജോലി കിട്ടിയത്. പിന്നെ അവരെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും കൂടെ ബാംഗ്ലൂർക്ക് ചേക്കേറി. അവിടെ ചെന്നപ്പോൾ പിന്നെ കൊച്ചുമോള് ചെറുതായത് കൊണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ, അത്രയും ചെറുതായിരുന്നു. പിന്നെ ഒരാളില്ലാതെ പറ്റത്തില്ല, എനിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, അവർക്കും പറ്റത്തില്ല. അങ്ങനെ ഞാനും അവിടെ നിന്നു. ആ സമയത്ത് പിന്നെ നമുക്ക് വർക്കിന് വരാനായിട്ട് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ കൊച്ചിയിലോട്ട് അതെ, എല്ലാം ഇവിടെ തന്നെ അല്ലേ. അപ്പൊ അവരൊറ്റയ്ക്ക് ആക്കിയിട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടായി. ഞാൻ അങ്ങനെ മാറി നിന്നു. ആ മാറി നിൽക്കൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആ മാറി നിന്ന സമയത്ത് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ട്, ബിന്ദു വരാപ്പുഴയുടെ ഇപ്പോഴത്തെ ജീവിതം ദയനീയം എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടതാണ്. ശരിക്കും അഭിനയം നിർത്തി ബാംഗ്ലൂർ സെറ്റിൽഡ് ആയി എന്നൊക്കെ. അപ്പൊ അത് ശരിക്കും ദയനീയതൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് അവിടെ ഹാപ്പി ആയിരുന്നു. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ടൂറായിട്ട് പോകുന്ന സ്ഥലമാണ്. വെറുതെ ഏതൊരു ഓൺലൈനിൽ കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവിടുത്തെ നല്ല തണുപ്പ് വന്നാലും എനിക്ക് പറ്റത്തില്ല. ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ
മാസങ്ങളോളം വരും. ചുമയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിറയ്ക്കും, അത്രയും ഇതായിരുന്നു. അത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണെങ്കിലും പ്ലെയിൻ ആയിട്ട് കുറേ സ്ഥലമുണ്ട്. ഒത്തിരി ബിൽഡിംഗ് ഉള്ള ഏരിയ ആണെങ്കിൽ തണുപ്പ് കുറച്ച് കുറയും, പക്ഷെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഞാനത് കോവിഡും ഒക്കെ തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് അവിടെ നിന്ന് കുട്ടിയൊക്കെ ഒരു ഇതും വലുതായി കഴിഞ്ഞ് അവരൊറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു പ്രായമായപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങി. പിന്നെ എൻ്റെ അനിയത്ര മോള് ഉണ്ടായിരുന്നു അവിടെ പഠിക്കാനായിട്ട്, അപ്പോൾ അവർക്കൊരു കൂട്ടായി. ഞാനിവിടെ അച്ഛനും അമ്മയുടെയും കൂട്ടത്തിലോട്ട് ഇങ്ങനെ പോന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ലേഡീസ് ക്യാരക്ടർ കട്ട് ചെയ്തിട്ടാണ് ശരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നത്. അപ്പൊ അത് ശരിയാ, മലയാള സിനിമയിൽ ആദ്യം ഉള്ള ഒരു ലേഡീസിനുള്ള ആ നടിമാർക്കുള്ള പ്രാധാന്യം പിന്നീട് ഇല്ലാണ്ടായി പോയി. അച്ഛനില്ല, അമ്മയില്ല, നാത്തൂന്മാരില്ല, അങ്ങനെ ആരുമില്ല. പെങ്ങന്മാരൊക്കെ, ഞാനൊക്കെ അങ്ങനത്തെ ലാലേട്ടന്റെ പെങ്ങളായിട്ടും ദിലീപേട്ടന്റെ പെങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെയായി. പിന്നെ നമ്മള് ജീവിതം അതായതുകൊണ്ട് നമ്മൾ ആ സമയത്തൊക്കെ അതിക്ക് തൊട്ട് മുമ്പായിട്ടും കിട്ടുന്ന വേഷങ്ങൾ പോയി ചെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് നേട്ടങ്ങളൊന്നുമില്ല. ഇപ്പോഴും ഞാൻ അതുകൊണ്ട് ഞാൻ എറണാകുളത്തോട്ട് വന്നതിന് ശേഷം പല പടങ്ങളൊക്കെ വിളിച്ചെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയില്ല. ക്യാരക്ടേഴ്സ് ഒന്നും നല്ലതില്ല. നമ്മൾ പിന്നെ പോയിട്ട് നമുക്കും ഗുണമില്ല അവർക്കും ഇല്ല. അത് ആരെങ്കിലും ചെയ്താൽ മതി എന്നുള്ള ക്യാരക്ടറൊക്കെ. ഇപ്പൊ ഏത് മൂവിയാ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ലാസ്റ്റ്, അതിപ്പോ ഒരു വർഷത്തിന് മുമ്പാണ് ഞാൻ റാസ എന്നൊരു പടം, അതിൽ നല്ലൊരു വേഷം, നായകന്റെ അമ്മ വേഷമാണ്. എനിക്കിപ്പോഴും അമ്മ വേഷം ചെയ്യാനാണ് താല്പര്യം. കാരണം പണ്ടൊക്കെ എനിക്ക് അമ്മ വേഷം ഒന്നും ആരും തരത്തില്ല, ഫേസിൽ നിന്ന് കുട്ടിത്ത് മാറിയിട്ടില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് പക്വതയൊക്കെ ആയി നമുക്ക്. അപ്പൊ അമ്മ വേഷം ചെയ്യാനാണ് താല്പര്യം. മാത്രമല്ല മലയാളത്തിൽ നല്ലൊരു അമ്മവേഷം ചെയ്തത് അത് തന്നെയാണ്. അതിക്ക് മുമ്പ് എപ്പോഴും ഒരു അമ്മവേഷം ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയൊക്കെയായിട്ട്. അതൊക്കെ ചെറിയ ചെറിയ പടങ്ങളായിരുന്നു, അത്രയും കൂടി ശ്രദ്ധയൊന്നും ഇല്ല. റാസ ഒരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലതായിരിക്കട്ടെ എന്ന് മെയ് മാസം റിലീസ് ചെയ്യാനാണ് എൻ്റെ ഡയറക്ടർ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നമുക്ക് അതിൽ അമ്മ വേഷം തീർച്ചയായിട്ടും ഒരു നല്ലൊരു വീട്ടമ്മ, ഒരു എന്താണ് നായർ തറവാട്ടിലേക്കൊരു കുലസ്ത്രീ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു വയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ എടുത്തിളകി ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പിന്നെ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ക്യാരക്ടറൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് എടുത്തിളകി എന്തെങ്കിലുമൊക്കെ നമുക്ക് അഭിനയിക്കാൻ, പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം. കുറച്ച് വില്ലത്തി വേഷമൊക്കെ ആണെങ്കിൽ വളരെ താല്പര്യമാണ്. വില്ലത്തി ആവാനാണ് ഇഷ്ടം, വില്ലത്തി വേഷങ്ങളോടട്ടാ. ജീവിതത്തില് വില്ലത്തി ഒന്നുമല്ല, ജീവിതത്തില് വളരെ സാധുവാ. അത് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും, അതുകൊണ്ട് ഞാൻ പിടികിട്ടാതെയൊക്കെ കുറച്ച് നോക്കാറുണ്ട്. അപ്പം 90s മുതൽ 250-ലധികം സിനിമകളിൽ അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 100 പടമൊക്കെ ചെയ്തതിന്റെ സമയം ഏകദേശം ഈ ഒരു റാസ എന്നല്ലാതെ ഏകദേശം 9-10 വർഷമായി ഞാൻ അഭിനയിച്ചിട്ട്. ശരിക്കും അതിന്റെ ഇടയിൽ ഞാനൊരു സീരിയൽ ചെയ്തു, ഒരു ആൽബം ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു, തെസ്നിഖാനൊക്കെ ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ ഒരു ഓണത്തിന് വന്ന 2-3 ഷോർട്ട് ഫിലിം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. 250-ലധികം സിനിമയിലും അതുപോലെ തന്നെ സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് സീരിയലൊക്കെ. അപ്പൊ അതിൽ ഏറ്റവും ആ സിനിമകളിലൊക്കെ കോമൺ ആയിട്ട് കിട്ടിയ വേഷം എന്തായിരുന്നു? ശരിക്കും കോമൺ ആയിട്ട് അധിക സിനിമകളിലും എനിക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു വേഷം എന്ന് വെച്ചാൽ കൂടുതലും അമ്പിളിച്ചേട്ടൻ്റെയും മാളച്ചേട്ടൻ്റെ ഒക്കെ ജോഡികളായിട്ടുള്ള കോമഡി കുറച്ച് കലർന്ന വേഷങ്ങളൊക്കെയാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, തുളസീദാസിൻ്റെ തന്നെ ഒരു പടമാണ്, ഒരു കല്യാണം മുടക്കുന്ന ഒരു ലേഡിയുടെ ക്യാരക്ടർ. അത് ഞാൻ 2 ചെയ്തു. അത് കണ്ടിട്ട് തന്നെ രാജസേനന്റെ ഒരു പടത്തിലും കൂടി ചെയ്തു. പക്ഷെ തുളസിദാസിന്റെ മിന്നാമിനിങ്ങിട്ട് അത് കുറച്ച് ഹിറ്റായിരുന്നു, ആ ക്യാരക്ടർ കുറച്ച് ഹിറ്റ്. ആ ക്യാരക്ടറിലൂടെയാണ് ചേച്ചി കൂടുതൽ ആൾക്കാർക്ക് കാതര എന്ന് പറഞ്ഞിട്ട്. അതെ, എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. കുറച്ചുള്ളൂ, നല്ല ക്യാരക്ടർ. അതിനെ കുറിച്ചൊക്കെ വരാനുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? സത്യത്തിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ അധികം നമ്മൾ പെങ്ങള് വേഷം, അമ്മ വേഷം അങ്ങനെയൊക്കെ കുറേ ചെയ്തു എന്നല്ലാതെ നമുക്ക് മനസ്സിൽ താല്പര്യപ്പെട്ട വേഷങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശരിക്കും അന്നത്തെ നടിമാരുടെ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയായിരുന്നു ബിന്ദു ചേച്ചി. ക്യാരക്ടർ എനിക്ക് ഭയങ്കര നായികയായിട്ട് തെരഞ്ഞെടുത്തില്ല എന്ന് എപ്പോഴെങ്കിലും? എനിക്ക് അങ്ങനെ നായികയായിട്ടൊന്നും താല്പര്യം, ഞാൻ വന്ന പ്രായത്തൊക്കെ നായികയായിട്ട് ചെയ്യാൻ പറ്റിയ പ്രായം തന്നെയായിരുന്നു. അതെ, എന്തുകൊണ്ട് പിന്നെ ചൂസ് ചെയ്യില്ല? ഒന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ.
മാത്രമല്ല ഞാനൊരു ഭാര്യയായിരുന്നു, അമ്മയാണ്. എനിക്കപ്പോൾ അതിനകത്ത് എല്ലാത്തിനും ഒരു ഞാൻ കുറച്ച് ഒതുങ്ങിയ കൂട്ടത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി ഇത്രയും സംസാരം പോലും ഇല്ല, വായിലാക്കൊക്കെ വളരെ ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി നിൽക്കുന്ന കൂട്ടത്തിലാണ്. ചോദിച്ചതിന് മാത്രം മറുപടിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷൈ ആയിരുന്നു ഞാൻ. എന്നെ ചെറുതിൽ അറിയാവുന്ന എല്ലാവരും ചോദിക്കും ബിന്ദു സിനിമയൊക്കെ എങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നു. വെച്ചാൽ അത്ര ഷൈ ആയിരുന്നു ഞാൻ. ആ ഇതൊക്കെ ആരെങ്കിലൊക്കെ ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമെങ്കിൽ പൊതുവെ എല്ലാവരുടെ കൂട്ടത്തിൽ കിടന്ന് അത്ര എങ്ങോട്ടൊന്നും എടുത്തളികൊള്ളൊന്നും ചെയ്യാറില്ല. ക്യാരക്ടർ വരാൻ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എങ്ങും ശ്രദ്ധിക്കാതെ ആ ക്യാരക്ടർ വളരെ നാച്ചുറലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും പോയിട്ട് ഞാനൊരു വേഷം, എനിക്കൊരു നല്ല വേഷം തരണമെന്ന് പറയുക, കിട്ടുന്ന വേഷങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം നായികയായിട്ട് മെയിൻ ക്യാരക്ടർ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം മനസ്സിൽ വന്നില്ല. പിന്നെ ഞാനൊരു നായികയായിട്ടൊരു തമിഴ് പടം ചെയ്തു, ഒരു ഹൊറർ ചിത്രം ചെയ്തു. അത് തമിഴായിരുന്നു. അതെ, ആ തമിഴ് പടം ചെയ്ത് ഞാനായിരുന്നു മെയിൻ ക്യാരക്ടർ. പക്ക തമിഴായിരുന്നു, അഭിനയിച്ചതൊക്കെ തമിഴ് തന്നെയായിരുന്നു. ആ തമിഴ് പടം ചെയ്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് ഹൊററായിരുന്നു. അപ്പം ഞാൻ ഹൊററായിട്ട് വരുന്നതൊക്കെ ഫൈറ്റ്. അതെ അതെ, ആദ്യം നല്ല പ്രേതമല്ല, ഞാൻ മരിക്കുന്നു, ആക്സിഡന്റ് മരിക്കുന്നു, അതിനുശേഷം പ്രേതമായിട്ട് വരുന്നതൊക്കെയാണ്. പ്രേതമായിട്ട് പിന്നെയും കുറെ അഭിനയിക്കുന്നതൊക്കെ ഉണ്ട്, വേഷം മാറി ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. 2 ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിൽ ഞാൻ ഒരു ഷൂട്ടിംഗ് തുടങ്ങി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ഫൈറ്റിൽ ഒന്ന് മേലെ ജെ വില്യംസ് ആയിരുന്നു, അറിയാലോ ജെ വില്യംസ് എന്ന ക്യാമറ, അതൊന്ന് മേലേന്ന് ചാടുന്ന ഒരു സീൻ വന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് തലേ ദിവസം ശശി മാസ്റ്റർ ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ ഒരു ഡോർ എടുത്തിട്ട് എറിഞ്ഞപ്പോൾ പുള്ളിയുടെ വിരലയിൽ വന്ന് വീണിട്ട് വിരലിന് ഒരു ചതവ് പറ്റി. അപ്പോൾ പിറ്റേ ദിവസം പുള്ളിക്ക് ലീവ് എടുത്ത് ഇരിക്കേണ്ടി വന്നു. അന്ന് ഫൈറ്റാണ്, വൈകിട്ട് എല്ലാ ദിവസവും ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റ് സീനിൽ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. വില്യം സാറിൻ്റെ ഒരു ആക്രാന്തം കൊണ്ടെന്ന് തന്നെ പറയാം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കാരണം അത് തീർത്താൽ നമുക്ക് പിറ്റേ ദിവസം ഷിഫ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അതിരമ്പിള്ളിയിൽ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോകാൻ വേണ്ടിയിട്ട് പുള്ളി അർദ്ധരാത്രി 1 മണിയൊക്കെ ആയിട്ടും അതിന് ബ്രേക്ക് പോലും പറയാതെ പുള്ളി സീനെല്ലാം എടുത്തു എന്ന് വെച്ചാൽ 22 അടിയാണെന്ന് പറയുന്നു ശരിക്കും നമ്മുടെ ഒരു ക്രെയിനിൻ്റെ ഹൈറ്റ്. ആ 5 അടി മേലേന്ന് ചാടിയ മതി എന്നൊരു റിവൈൻ ഷോട്ടാ. ഈ കുഴിയിൽ വന്ന് ഞാൻ മരിച്ചു കിടന്നിട്ട് അവിടെ നിന്ന് വെളിയിൽ വരുന്ന ഷോട്ടാ. പൊങ്ങിപ്പോണ സാധനമാണ്, കാരണം ഈ ഹൊറായിട്ടാണല്ലോ, അപ്പോൾ അതിന് ശക്തി വരുന്നതാണ്. അപ്പോൾ അതിക്ക് മുമ്പുള്ള കുറേ സ്ട്രഗ്ലിങ് സീനൊക്കെ എടുത്തിട്ട് പുള്ളി പറഞ്ഞു നീ ഒരു 5 അടി മേലെ നിന്ന് ചാടാവോ എന്ന് ചോദിച്ചു. 5 അടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് മേലേലുള്ളൂ, ഒരാൾ പൊക്കമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനെന്താ, പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഒരു ഇൻറ്റിമസി ആയിരുന്നു. വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര അഭിപ്രായമായിരുന്നു. വൈകുന്നേര സമയത്തൊക്കെ ഒത്തിരി സിനിമാക്കാരൊക്കെ ആ ഷൂട്ട് കാണാൻ വേണ്ടി വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിന്ദു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നീ എന്ന് പറയും. വില്യംസ് ആണെങ്കിൽ ഓരോ ഷോട്ട് എടി നോക്കിയടി എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരും സീനൊക്കെ. എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടും വേണമല്ലോ നമ്മുടെ പെർഫോമൻസ് വരുന്നേ. അപ്പോൾ ഈ ഫൈറ്റ് സീനിൽ 5 അടി എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പം പറഞ്ഞ് ക്യാമറ ഭയങ്കര ക്യാമറയല്ല ക്രെയിൻ ഭയങ്കര മേലെ പോയി 22 അടി. അപ്പോൾ എനിക്ക് കണ്ണ് കണ്ടുകൂടാ, കാരണം ഒരു കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേറൊരു കണ്ണിങ്ങനെ ഇത് വെച്ചിരിക്കുക. ഈ ഹൊറല്ലേ. അപ്പം ഞാനൊരിക്കലും അത് ക്യാമറ ഇല്ല കണ്ണാടി കണ്ടിട്ടില്ല, നോക്കാൻ പാടില്ല എന്ന് പറയും, കാരണം നമുക്ക് പേടി വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ റഷീദൊക്കെയായിരുന്നു മേക്കപ്പ്. അപ്പോൾ എന്നോട് ഞാൻ എത്ര ഹൈറ്റിൽ പോയിന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം മേലെ അമ്പാടി യൂണിറ്റ് ആയിരുന്നു. ഈ അമ്പാടി യൂണിറ്റിൻ്റെ ഒരു അണ്ണനുണ്ടായിരുന്നു, ഞങ്ങൾ അണ്ണാന്ന് വിളിക്കുന്നത്, മീശക്കാരൻ. പുള്ളി ക്രെയിനിൻ്റെ ഏറ്റവും മേലെ ഇരിക്കുക. കാരണം അവിടെ നിന്ന് മണ്ണിടുക, ഈ മണ്ണ് റിവെൻ ഷോട്ടാണ് എടുക്കുന്നത്. ഇതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. അവർ പറയുന്നത് ചെയ്യുന്നു, നീ ചാടുവോ, ആ ചാടും, ഇരിക്കും അങ്ങനെ പറയുന്നൊരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എന്നോട് അപ്പം ഞാൻ ജസ്റ്റ് റിഹേഴ്സൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു കുഴിയുണ്ട്, നമ്മൾ കുഴിയിലോട്ട് വീടുണ്ട്, ബെഡ് പോലും ഇട്ടിട്ടില്ല. ഇതൊന്നും എനിക്കറിയില്ല. ബെഡ് ഇടാതെയൊക്കെ നമ്മളോട് ചാടാൻ പറയുന്നതൊക്കെ വളരെ തെറ്റല്ലേ, കൈകാല കൊടിഞ്ഞു പോയാലോ. ഞാനാണെങ്കിൽ അന്ന് ഭയങ്കര തിരക്കാണ്. ഒരു ദിവസമൊക്കെ 3 വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ തമിഴ് പടവും ഒരു സീരിയൽ സിന്ദൂരം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട്, ആ സീരിയലും. അതുകൂടാതെ വാസന്തി ലക്ഷ്മിയും ഞാനും അതിനകത്ത് ഞാനൊരു ക്യാരക്ടർ ചെയ്തിരുന്നു, അതിനകത്തും പോയി ഞാൻ അഭിനയിച്ചു. ഒറ്റ ദിവസം 3 ഓടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം അത്രയും തിരക്കായിരുന്നു.
അപ്പോൾ ഞാനും വിചാരിക്കും പെട്ടെന്ന് എടുത്തോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ക്രെയിനിൽ ഞാൻ റിഹേഴ്സൽ നോക്കിയപ്പോൾ ക്രെയിൻ പതുക്കെ പതുക്കെ താത്തി വരുമ്പോൾ എൻ്റെ കാല് വന്നിട്ട് ഈ കുഴിയുടെ സൈഡിലാണ് മുട്ടുന്നത്. കുഴിയുടെ സെൻറ്ററിൽ പോകണ്ടേ, സെൻറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് പൊസിഷൻ കറക്റ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു. നീ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കണ്ണിനൊക്കെ ഇതുള്ളൂ, എന്നെ പിടിച്ചിട്ടൊക്കെയാണ് അസിസ്റ്റൻ്റ് നടത്തുന്നത്, കണ്ണിന് അത്രയും ശരി കാഴ്ച കിട്ടത്തില്ല. അപ്പോൾ നീ പൊസിഷനൊക്കെ നോക്കി പറയാറ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞു എൻ്റെ കാല് എവിടെയാണ് ഇടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ടേൺ ചെയ്യിപ്പിച്ചു ഈ ക്രെയിൻ. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ക്രെയിൻ ഒരു 2 ഇഞ്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ടാണെങ്കിലാണ് കറക്റ്റ് പൊസിഷനിൽ വീഴുള്ളൂ. അത് സാറ് ചെയ്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ അടുത്ത പിന്നെ റിഹേഴ്സൽ നോക്കിയില്ല. അപ്പോൾ ആക്ഷൻ പറഞ്ഞാൽ ഞാൻ ചാടണം. ചാടുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എന്ത് സംഭവം, 1 മണിയായി, ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ യൂണിറ്റുകാരെല്ലാവരും ഒരേ സൈഡിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട്, അന്ന് HM ഒക്കെ അല്ലേ, ഭയങ്കര ഈ ലൈറ്റൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഞാനാണെങ്കിൽ എല്ലാവരെയൊക്കെ പേടിപ്പിച്ച് അങ്ങനെ തമാശ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പല്ല് ഇങ്ങനെ എക്സ്ട്രാ പല്ല് വെച്ചിട്ട് കണ്ണിങ്ങനെ. അപ്പം ഞാൻ ചെന്നുകൊണ്ട് ഇവരിങ്ങനെ കൂനിക്കൂടി 1 മണിയൊക്കെ നല്ല തണുപ്പുള്ള സമയം, നവംബർ സമയത്ത് നല്ല ഇത്തിരി തണുപ്പൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇവരിങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഇവർ നോക്കും. അപ്പം ഞാൻ ഈ പല്ല് കൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ അങ്ങനത്തെ ഒരു തമാശ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. ഈ ചാടുക എന്ന് പറയുന്ന സംഭവം വന്ന് പെട്ടെന്നായി. ഒരു ബെഡും ഇല്ല ഒന്നുമില്ല. ഞാൻ ചാടി എൻ്റെ കാലിവിടെ സൈഡിൽ ഇടിച്ചിട്ട് ഞാൻ അങ്ങനെ അതിനകത്തേക്ക് വീണു. എനിക്ക് ഇത് കിട്ടിയില്ല. ഒരു ബെഡായിരുന്നെങ്കിലും നമുക്കൊന്നും പറ്റത്തില്ലായിരുന്നു. ഇത് എൻ്റെ കാലിൽ ഷൂ ഉണ്ട്, ഹൈറ്റുള്ള ഷൂ ഉണ്ട്. അതേസമയം കാലാണ് നമ്മൾ ഇടിക്കണമെങ്കിൽ കാലൊക്കെ ചിലപ്പോൾ തിരിഞ്ഞോ ഒടിഞ്ഞൊക്കെ പോയേനെ. പക്ഷെ എൻ്റെ കാലൊടിഞ്ഞു, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാല് ഒടിഞ്ഞു, എല്ല് വിട്ടു. ഞാൻ ഈ സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ കുഴിയിലോട്ട് ശരിക്കും പതിഞ്ഞു കിടന്നു, എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അന്ന് അങ്ങനെയാണ്, സിനിമയാണ്, നമ്മുടെ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സേഫ്റ്റി പോലും നോക്കാതെ ഒന്നും ചെയ്യില്ല. എനിക്കറിയില്ല അത്. അയ്യോ ഞാൻ ചാടിയാൽ ബെഡിൽ വീണില്ലെങ്കിൽ ഞാൻ ഒന്നും ചിന്തയില്ല. എല്ലാവരും വിചാരിച്ചു എന്തോ സംഭവിക്കുമെന്ന് എല്ലാവരും നോക്കി നിൽക്കുക. ഈ റഷീദൊക്കെ ഉൾപ്പെടെ വില്യംസ് എല്ലാവരും ഉണ്ട്. വില്യംസിനെ എങ്ങനെയും എടുത്ത് തീർക്കാന്ന്, ഇതും കൂടി തീർത്തിട്ട് ബ്രേക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. 1 മണിയായിട്ടും ആരും ഫുഡ് കഴിച്ചാലോ ഒന്നുമില്ല. എൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ അസിസ്റ്റൻറ്റും ഞാനൊരു ടാക്സി വിളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ ടാക്സി ഇവിടെ തന്നെ ഓടും. അപ്പോൾ അവർ ഈ ഓടുന്ന പൈസയും ഇതൊക്കെ അവർ കൊടുക്കും. വൈകിട്ട് ഞാൻ പോകുമ്പോഴാണ് ഈ വണ്ടിക്ക് എന്നെ തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഞാൻ വീണ് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും കുറച്ച് നേരത്തൊക്കെ അനക്കില്ല. അപ്പം വില്യം സാറിനെ മുതൽ ഞാൻ ഇങ്ങനെ കാണിച്ച് പേടിപ്പിച്ച് ഇരിക്കുന്നതാണ്. വില്യം സാറിനോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. അപ്പോൾ സാറ് ക്യാമറയൊക്കെ വെച്ച് അമ്മ സാർ എന്താ അടിയെന്ന് ഞാനിങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചു ഞാനെന്താ പേടിപ്പിക്കാൻ കിടക്കുകയെന്ന് വിചാരിച്ചു. ഞാൻ അനങ്ങാതെ കിടന്നിട്ട് ഇവർക്കും അങ്കമാലിയിലൊരു പയ്യനായിരുന്നു അതിനകത്ത് ക്യാമറ അസോസിയേറ്റ് ആയിരുന്നു പയ്യൻ. അപ്പോൾ എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, കുറേ വർഷമായില്ല. അപ്പോൾ ആ പയ്യനോട് ബിന്ദു എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അവൾ വെറുതെ അടക്കണ്ട, നീ അവിടെ കിടക്കുക, അവൾ ഏറ്റു പോന്നോളൂ എന്ന് പറഞ്ഞു വില്യം സാർ. അപ്പോൾ ഇതെല്ലാം എനിക്ക് കേൾക്കാം, എൻ്റെ ബോധമൊന്നും പോയിട്ടില്ല കേട്ടോ, ഇത്ര ചാടിയിട്ട് ബോധമൊന്നും പോയിട്ടില്ല. ഈ പയ്യൻ ഓടി ഒന്ന് ചോദിച്ചു ബിന്ദു എന്താ പറ്റിയെന്ന് വെച്ച് പറഞ്ഞു മനോജ് എന്നാണ് പയ്യൻ്റെ പേര്. ഞാൻ പറഞ്ഞു മനോജ് എന്തോ പറ്റി, എനിക്ക് കാലിനെന്തോ കാലിങ്ങനെ മരയിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്നു. എന്നെ എടുത്ത് പൊക്കി കഴിഞ്ഞപ്പോൾ എല്ല് വെളിയിലോട്ട് വേദന സഹിച്ചു. വേദന എനിക്ക് അങ്ങനെ ഭയങ്കര പെയിൻ അല്ല, എനിക്ക് കാല് മൊത്തം മരയിച്ചു, ബ്ലഡ് ഒന്നും വന്നില്ല, അതുകൊണ്ട് വേദന ഒന്നും തോന്നിയില്ല. അവരെല്ലാം അപ്പം എല്ലാം വലിച്ചു വണ്ടിയിൽ കയറിയിട്ട് റഷീദൊക്കെയാണ് എല്ലാം വലിച്ചു കുറച്ചൊക്കെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അതോടുകൂടി എൻ്റെ കഷ്ടമല്ല, ഞാൻ 5-6 മാസം ഞാൻ ഈ ഫുൾ പ്ലാസ്റ്ററും ഹാഫ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഇരുന്നു. തിരക്കുള്ള സമയത്ത് ഒരു എന്താ പറയാ നമുക്ക് ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് ഞാൻ ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ആ പടം തന്നെ ഫുള്ളായത് 2 മാസത്തിന് ശേഷമാണ്. ഞാൻ തന്നെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നോണ്ട് ഞാൻ തന്നെ ചെയ്യണമല്ലോ. പിന്നെ ഉണ്ടായിരുന്നു ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ തന്നെ ഒരു കാലിന് വലിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഒന്നും. പിന്നെ അതെങ്ങനെയൊക്കെ അത് ട്രീറ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചില്ല ഒന്നുമില്ല. അന്ന് കേസൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പുള്ളിക്കാരനോട് ചെയ്യിപ്പിച്ചില്ല. വില്യം സാറ് മുതൽ എനിക്ക് തരാൻ വേണ്ടി കൊടുത്തയച്ച പോലും പൈസ എൻ്റെ ചേട്ടൻ്റെ അനിയനെയും കൂടി കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ട്, അപ്പോൾ ബ്രേക്കായി അതോടുകൂടി കാണാൻ വന്നിട്ട് ഇവരെ കണ്ടപ്പോഴേക്കും പുള്ളി പേടിച്ചു പോയി. കാരണം പുള്ളിയുടെ തെറ്റാണല്ലോ, അത് ചോദ്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വില്യം സാറിൻ്റെ അടുത്ത് അവർ പൈസ, അന്ന് നമ്മുടെ ഓൺലൈൻ ട്രാൻസ്ഫർ ഒന്നും ഇല്ല. അപ്പോൾ ഈ പൈസ കൊടുത്തയച്ചിട്ട് ആ പൈസ പോലും തരാതെ പുള്ളി അതുകൊണ്ട് പോയി കളഞ്ഞു. എന്നൊരു കോള് പോലും പുള്ളി ചെയ്തില്ല. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമൊക്കെ ആയിരുന്നു. അധികം താമസിയാതെ തന്നെ പുള്ളിക്ക് കാല് മുറിച്ച് പുള്ളി മരിച്ചു. 2 മാസം 3 മാസത്തോട്ടേ വന്നുള്ളൂ. ആ പടം പുള്ളിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ പുള്ളീനെ വിളിച്ചില്ല അവർ, വേറെ ഡയറക്ടർ അല്ല ക്യാമറമാനാണ് പിന്നെ ബാക്കി ബാലൻസ്
ഞാൻ പോയി ചെയ്തു വർക്ക്, ഫുള്ള് വർക്ക് ചെയ്തു. ഒരു സമയത്ത് തന്നെ 2-3 സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറയുന്ന ഒരു ഭാഗ്യമാണല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ എന്നിട്ട് സാമ്പത്തികമായിട്ട് ഒന്നും അന്ന് നോക്കാതെ ഞാനെങ്ങനെ സാമ്പത്തികം, നമ്മൾ ഇന്നത്തെ പോലെ ഒന്നും സാമ്പത്തികം അന്ന് കിട്ടത്തില്ല. അവർ തരുന്ന ഒരു പൈസ മേടിച്ചിട്ട് പോരുന്നതാണ്. ഞാനൊന്നും അങ്ങനെ ചോദിച്ച് ബഹളമൊന്നും വെച്ചിട്ടില്ല ഒരു പടത്തിൽ. ഇന്നത് വേണമെന്നും പറഞ്ഞിട്ടില്ല. തമിഴ് പടമാണെങ്കിലും മെയിൻ ക്യാരക്ടർ ചെയ്തിട്ട് പോലും എത്ര വേണമെന്നും ഞാനോട് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയില്ല എന്ന് അവർക്കറിയാം. അവർ തരുന്നത് ഞാൻ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പാഷനും കൂടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലിയും കോൺട്രാക്റ്റ് ആയിരുന്നു. പുള്ളി അത്യാവശ്യം ഞാൻ കൊണ്ടുപോയിട്ട് ചെലവിന് അയക്കേണ്ട ഒരു ആവശ്യം അന്ന് ഉണ്ടായിരുന്നില്ല. എന്താ കിട്ടിയ ഇത്ര കിട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അതിന് തർഹിക്കാനോ അല്ലെങ്കിൽ ഇനി പോകണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് അനുഭവം വന്നിട്ടില്ല. അതുകൊണ്ടാണോ ശരിക്കും അന്നത്തെ എല്ലാവരും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുമ്പോഴും ചേച്ചി തീർച്ചയായിട്ടും എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് ഭയങ്കര പിടിയും. എല്ലാവരും പൈസക്കല്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കൂടെ വരുന്നതും അച്ഛനും അമ്മയൊന്നും എൻ്റെ കൂടെ, എൻ്റെ അസിസ്റ്റന്റ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നു, വർക്ക് ഉണ്ട് മോനെ, വർക്കിന് പോകണമെന്ന് പറഞ്ഞു വർക്കിന് പോരുന്നു. എത്ര കിട്ടി ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ പേരിലൊന്നും കൂട്ടി വെക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പേരിൽ മാത്രം അക്കൗണ്ടിൽ ഇടുന്ന ഒരു പതിവൊന്നും ഇല്ല. പുള്ളിയുടെ അടുത്ത് കൊടുക്കും, അങ്ങനെ ചെയ്യുന്നു. ഒരു നഷ്ടമായി പോയെന്ന് പിൽക്കാലത്ത് തോന്നി? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ ഒരു നഷ്ട കച്ചവടമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ നമ്മുടെ പേരിൽ അറിയപ്പെടുക എന്ന് വെച്ചൊരു ഭാഗ്യമല്ലേ. ഇന്നും എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു പേരിൽ നമ്മൾ അറിയപ്പെടുക, ഇത്രയും പടങ്ങൾ ചെയ്യുക. 250 പടം എന്ന് വെച്ചാലൊന്നും ചെറിയൊരു നമ്പറല്ല.